ബ്ലോക്ക് ഫോർ യൂണിറ്റ് 3-ൽ നമ്മൾ റെഡി ടു റീഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് റീഡിങ്? വാട്ട് ഈസ് റീഡിങ്? റീഡിങ് ഈസ് ദ പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് റിട്ടൺ ടെക്സ്റ്റ്. ഇറ്റ് ബിഗിൻസ് വിത്ത് ലേണിംഗ് ദ ആൽഫബറ്റ്, ഫോമിങ് വേർഡ്സ് ആൻഡ് ക്രിയേറ്റിംഗ് സെൻറ്റൻസസ്. അതായത് എന്താണ്, നമ്മളൊരു എഴുതപ്പെട്ട ഒരു വാക്കിനെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിനെ വായിച്ച് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അത് റീഡ് ചെയ്ത് മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റീഡിങ് എന്ന് പറയുന്നത്. ഇറ്റ് ബിഗിൻസ് വിത്ത് ലേണിംഗ് ദ ആൽഫബറ്റ്. അതായത് നമ്മൾ ഈ ഒരു അക്ഷരങ്ങൾ പഠിക്കുന്നതിലൂടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഫോമിങ് വേർഡ്സ് ആൻഡ് ക്രിയേറ്റിംഗ് സെൻറ്റൻസസ്. പിന്നെ നമ്മൾ കുഞ്ഞു വേർഡ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആദ്യം നമ്മൾ ABCD പഠിച്ച്, പിന്നെ നമ്മൾ ആപ്പിൾ പഠിച്ച് ഐ ഈറ്റ് ആപ്പിൾ എന്നുള്ള ഒരു സെൻറ്റൻസിലേക്ക് എത്തി. പിന്നെ ആ സെൻറ്റൻസുകൾ കൂട്ടി വായിച്ച് നമ്മളൊരു കണ്ടൻറ്റിലേക്ക് എത്തി. ഇങ്ങനെയാണ് നമ്മൾ ആ റീഡിങ്ങിൻ്റെ പ്രോസസ്സ് നമ്മൾ നടത്തുന്നത്. സോ ഇതാണ് റീഡിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് എന്നാണ് പറയുന്നത്. റീസൺസ് ഫോർ റീഡിങ്. എന്തൊക്കെയാണ് റീഡ് ചെയ്യാനുള്ള റീസൺസ്? ഒന്ന്, ഇൻഫർമേഷൻ, ടു ഗെറ്റ് ഇൻഫർമേഷൻ, നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ടു ഗെറ്റ് ഇൻസ്ട്രക്ഷൻസ്, അതായത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോരോ എന്താ പറയുക, ഇൻസ്ട്രക്ഷൻ്റെ മലയാളം വേർഡ് എന്താണ്? ഓരോരോ ഇൻസ്ട്രക്ഷൻ കിട്ടുക എന്ന് പറയില്ലേ, നിങ്ങളത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടുന്നതിന് വേണ്ടി. ഫോർ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പരസ്പരം കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട്. ഫോർ പ്ലഷർ, സന്തോഷത്തിന് വേണ്ടിയിട്ട്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ റീഡിങ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഫർമേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഇൻസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, പ്ലഷറിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ റീഡിങ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്ലഷർ എപ്പോഴാണ് നമ്മളൊരു ലിറ്ററേച്ചർ വായിക്കുന്ന സമയത്ത് നമുക്ക് പ്ലഷർ കിട്ടുന്നുണ്ട്. അപ്പോൾ പ്ലഷറിന് വേണ്ടി അങ്ങനെ യൂസ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്തിനാണ്? നമ്മളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ വായിക്കാറുണ്ട്. നമ്മളൊരു ബസ്സിൻ്റെ ബോർഡ് വായിക്കുന്ന സമയത്ത് ഇറ്റ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇൻസ്ട്രക്ഷൻ എന്താണ്? നിങ്ങൾ അവിടെ പോകരുത്, വാതിൽ തുറക്കരുത് എന്നൊക്കെ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കിട്ടുന്ന സമയത്ത് അത് റീഡിങ് ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ളൊരു മീഡിയമായിട്ട് മാറുന്നു. ഇൻഫർമേഷൻ, നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് ഒരുപാട് നോളജ് കിട്ടുമ്പോൾ അത് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് മാറുന്നു. പിന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് റീഡിംഗ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ബെനഫിറ്റ് ഓഫ് റീഡിങ്? എന്തൊക്കെയാണ് റീഡിങ്ങിൻ്റെ ബെനഫിറ്റ് എന്ന് നോക്കാം. എൻഹാൻസസ് വൊക്കാബുലറി ആൻഡ് നോളജ്. അതായത് നമ്മുടെ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എന്താ? വേർഡ്സുകളെയാണ്. ട്രീ, സ്റ്റോൺ, ഹൗസ് എന്നൊക്കെ പറയുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സിനെയാണ് നമ്മൾ വൊക്കാബുലറി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വൊക്കാബുലറി അറിയാവുന്ന ഒരാൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് സംസാരിക്കാനും പറ്റും. കുറേ വൊക്കാബുലറി അറിയലല്ല ശരിക്കും പറഞ്ഞാൽ സംസാരം എന്ന് പറയുന്നത്. ക്ലാരിറ്റിയോട് കൂടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഡെലിവർ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ വൊക്കാബുലറി ആക്ച്വലി നന്നായിട്ട് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വൊക്കാബുലറീസ് കിട്ടും. ഇപ്പോൾ നമ്മൾ ഷേക്സ്പിയറിൻ്റെ ഒരു നാടകം ഫുള്ളായിട്ട് വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ മേരി ഷെല്ലിയുടെ ഒരു നോവൽ വായിക്കുന്ന സമയത്ത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് വൊക്കാബുലറീസ്, ഒരുപാട് വേർഡ്സുകൾ നമുക്ക് കിട്ടും. അപ്പോൾ റീഡിങ് എൻഹാൻസസ് വൊക്കാബുലറി ആൻഡ് നോളജ്. സ്റ്റിമുലേറ്റ് ദ ബ്രെയിൻ, ഷാർപ്പൻസ് മെമ്മറി ആൻഡ് ബിൽഡ് ഫോക്കസ്. അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂട്ടും, അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി പവർ കൂട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസ് കൂട്ടും. നമുക്കൊരു നോവൽ, ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് മുഴുവനായിട്ട് വായിക്കാനുള്ള ക്ഷമയുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ഡെഫിനറ്റായിട്ടും കൂട്ടും. അപ്പോൾ ഫോക്കസ് കൂട്ടും, നമ്മുടെ മെമ്മറി ഷാർപ്പാവും, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിന് ബെറ്റർ ആവും എന്നാണ് പറയുന്നത്. എൻകറേജസ് ക്രിയേറ്റിവിറ്റി, എംപത്തി ആൻഡ് ഇന്നോവേറ്റീവ് തിങ്കിങ്. നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂട്ടും. നമ്മൾ നല്ലൊരു റീഡർ ആണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി കൂട്ടും. കാരണം നിങ്ങൾ ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന, ലോകത്തെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മിക്ക ആളുകളും നോക്കിക്കോളൂ, അവരൊക്കെ നല്ലൊരു വൊറാഷ്യസ് ആയിട്ടുള്ള റീഡർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അതിലൂടെ കൂടും. അതുപോലെ തന്നെ എംപത്തി, നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് കാര്യങ്ങളെ ഇമോഷണലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു എമ്പതി നമുക്ക് കൂടും. നമ്മുടെ സഹജീവികളോടൊക്കെ നമുക്കൊരു ഇമോഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് തിങ്കിങ്, നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ചില ടെക്സ്റ്റുകളൊക്കെ ഉണ്ടാവും, അറ്റോമിക് ഹാബിറ്റ്, അതുപോലെ തന്നെ ഇക്കിഗായി, അങ്ങനെ ഒരുപാട് ദ സൈക്കോളജി ഓഫ് മണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മോട്ടിവേഷണൽ ടെക്സ്റ്റുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ, ഇതൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് തിങ്കിങ് വരുന്നുണ്ട്. അപ്പോൾ റീഡിങ് ഈസ് ഓൾവേസ് ഗുഡ്. പ്രൊമോട്ട്സ് കാംനെസ് ആൻഡ് ഇംപ്രൂവ് മെൻ്റൽ ഹെൽത്ത് ത്രൂ ഫോക്കസ്ഡ് റീഡിങ്. അതായത് നമ്മൾ ഫോക്കസ് ചെയ്ത് റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ബെറ്റർ ആകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കാമായിട്ടിരിക്കും. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള നോളജ് ഉണ്ടാവും. നോളജ് കൂടുന്തോറും നമ്മൾ കൂടുതൽ കാമാവും, നമ്മൾ കൂടുതൽ എന്താ പറയുക, പൊളൈറ്റ് ആവും എന്നാണ് പറയുന്നത്. സോ
വാട്ട് ആർ ടൈപ്സ് ഓഫ് റീഡിങ്? ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റീഡിങ് എന്ന് നോക്കാം. റീഡിങ് അലൗഡ്, നമ്മൾ ഉറക്കെ വായിക്കുന്നതിനെയാണ് റീഡിങ് അലൗഡ് എന്ന് പറയുന്നത്. ഇംപ്രൂവ്സ് പ്രൊനൗൺസിയേഷൻ ആൻഡ് എക്സ്പ്രഷൻ ഓഫൺ പ്രാക്ടീസ്ഡ് ഇൻ ചൈൽഡ്ഹുഡ്. അതായത് നമ്മൾ കുട്ടികളിലാണ് അത് കൂടുതൽ കാണാൻ പറ്റുന്നത്, ഉറക്കെ വായിക്കുന്നത്. അതായത് നമ്മുടെ പ്രൊനൗൺസിയേഷൻസ് ബെറ്റർ ആകാനും നമ്മുടെ എക്സ്പ്രഷൻസ് ബെറ്റർ ആകാനൊക്കെ ഇത് സഹായിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സൈലൻറ്റ് റീഡിങ് ഫോക്കസസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് മീനിങ് റിക്വയറിങ് ഫെമിലിയാരിറ്റി വിത്ത് വൊക്കാബുലറി. സൈലൻറ്റ് റീഡിങ് എന്നാണ്. മറ്റേത് നമ്മളിങ്ങനെ വെറുതെ വായിച്ചു പോയായിരിക്കും നമ്മുടെ പ്രൊനൗൺസിയേഷൻ മാത്രമായിരിക്കും ബെറ്റർ ആവുന്നത്. സൈലൻറ്റ് റീഡ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. നമ്മളൊരു നോവൽ വായിക്കുന്ന സമയത്ത്, ഒരു പോയട്രി വായിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സൈലൻ്റ് ആയിട്ടാണ് വായിക്കുന്നത്. എന്തിനാണ്? ഫോർ എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ തന്നെ റിക്വയറിങ് ഫെമിലിയാരിറ്റി വിത്ത് വൊക്കാബുലറി. നമ്മൾ പുതിയ വൊക്കാബുലറീസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സൈലൻ്റ് ആയിട്ട് റീഡ് ചെയ്യുന്നത്. Phonetics and listening play vital roles in developing reading skills, especially for foreign languages. Phonetics എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയുടെ ഒരു ഏരിയയാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് സംസാരിക്കുന്നത്, അതിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ കുറിച്ചുള്ള പഠനമാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മളെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം, ആക്സെൻ്റ് എങ്ങനെ വരണം, അതിനൊക്കെ കുറിച്ചുള്ള നമുക്കൊരു 44 സൗണ്ട്സ് എക്സ്ട്രാ പഠിക്കാനുണ്ട് ഇംഗ്ലീഷിൽ. അതിൽ വൊവൽസും അതുപോലെ തന്നെ ഡിഫ്തോങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, കോൺസണൻറ്റ്, വവൽ, ഡിഫ്തോങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്, ശബ്ദശാസ്ത്രമാണ്. അപ്പോൾ അത് ഫോണറ്റിക്സ് ആൻഡ് ലിസണിങ് പ്ലേ വൈറ്റൽ റോൾസ് ഇൻ ഡെവലപ്പിംഗ് റീഡിങ് സ്കിൽസ്. അതായത് ഫോണറ്റിക്സും അതുപോലെ തന്നെ ലിസണിങ് സ്കില്ലൊക്കെ നമ്മൾ റീഡിങ്ങിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എസ്പെഷ്യലി ഫോർ ഫോറിൻ ലാംഗ്വേജ്, നമ്മളൊരു ഫോറിൻ ലാംഗ്വേജ് റീഡ് ചെയ്യുന്ന സമയത്ത് എന്നാണ് പറയുന്നത്. ഹൗ ടു എൻഹാൻസ് വൊക്കാബുലറി, നമുക്ക് വൊക്കാബുലറി എങ്ങനെ കൂട്ടാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വൊക്കാബുലറി ഈസ് ക്രൂഷ്യൽ ഫോർ എഫക്റ്റീവ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. നമുക്ക് കൂടുതൽ വൊക്കാബുലറി ഉണ്ടാകുന്നത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എഫക്റ്റീവ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അതായത് നല്ല വൊക്കാബുലറി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് എഴുതാനും പറ്റും. കാരണം നമ്മളൊരു നോവൽ വായിക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും ഇംഗ്ലീഷിൽ വൊക്കാബുലറി ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഡിക്ഷണറി നോക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല വൊക്കാബുലറി ഉണ്ടെങ്കിൽ അത് എഫക്റ്റീവ് റീഡിങ്ങിലോട്ടും നന്നായിട്ട് എസ്സേസും കാര്യങ്ങളൊക്കെ എഴുതാനും നമുക്ക് ഹെൽപ്ഫുൾ ആവും എന്നാണ് പറയുന്നത്. ടെക്നിക്സ് ടു ഇംപ്രൂവ് വൊക്കാബുലറി. എന്തൊക്കെയാണ് ടെക്നിക്കുകൾ വൊക്കാബുലറി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, യൂസ് എ ഡിക്ഷണറി ആൻഡ് തെസോറസ്. അപ്പോൾ നമുക്ക് ടെക്നിക്സ് ടു ഇംപ്രൂവ് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യൂസ് എ ഡിക്ഷണറി ആൻഡ് തെസൂറാസ്. നമ്മളൊരു ഡിക്ഷണറി അല്ലെങ്കിൽ തെസൂറാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വൊക്കാബുലറി കൂടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും എന്നാണ് പറയുന്നത്. അതായത് ഡിക്ഷണറി അറിയാമല്ലോ, നമ്മൾ ഡിക്ഷണറി വെച്ചിട്ട് ഒരുപാട് വൊക്കാബുലറീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ തെസൂറാസ് എന്ന് പറയുന്നത് സിനോണിംസിൻ്റെ ഡിക്ഷണറിയാണ് തെസൂറാസ് എന്ന് പറയുന്നത്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും, ബട്ട് സെയിം മീനിങ് ആയിരിക്കും. ഇപ്പോൾ റീകോൾ, റിമെമ്പറിങ്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതല്ലെങ്കിൽ മെൻ, ഹ്യൂമൻ, അങ്ങനെയൊക്കെ പറയുമല്ലോ, ഫീമെയിൽ, വുമൺ, ഇതിനൊക്കെ സെയിം മീനിങ് ആണ് വരുന്നത്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഇതിനെയാണ് സിനോണിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സിനോണിംസ് അടങ്ങിയിട്ടുള്ള ഡിക്ഷണറിയാണ് തെസൂറാസ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും റൈറ്റേഴ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് വൊക്കാബുലറി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്നാണ് പറയുന്നത്. എൻഗേജ് ഇൻ വേർഡ് ഗെയിംസ് ആൻഡ് പസിൽസ്. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ കിൻഡർ ഗാർഡനിലും നഴ്സറിയിലൊക്കെ പഠിക്കുമ്പോൾ അവർ പസിലും ഗെയിമുകളൊക്കെ കളിക്കാറുണ്ട്. ഇതുപോലെ കൂടുതൽ വൊക്കാബുലറി കിട്ടാൻ വേണ്ടിയിട്ട്. നോട്ട് ആൻഡ് യൂസ് ന്യൂ വേർഡ്സ്. അതായത് പുതിയ വേർഡ്സ് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും നോട്ട് എഴുതി വെക്കുക, കുറിച്ച് വെക്കുക ഒരു നോട്ട്ബുക്കിൻ്റെ ഒരു സൈഡിലൊക്കെ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു വൊക്കാബുലറി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മുടെ വൊക്കാബുലറിൻ്റെ കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലേൺ വേർഡ്സ് റൂട്ടിൻ്റെ, അതായത് വേർഡ്സ്, ഒരു വേർഡ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ റൂട്ട്സ് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ പ്രിഫിക്സസ്. എന്താണ് പ്രിഫിക്സസ് എന്ന് പറഞ്ഞാൽ? അതായത് ചില വേർഡുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ എന്താ പറയാൻ പറ്റുക, അൺമാരീഡ്. അതായത് ഒരു മാരീഡ് എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ മുന്നേ അണ്ണ് ചേർത്ത സമയത്ത് ഇല്ല എന്നുള്ളൊരു അർത്ഥം വരുന്നു. അൺഎഡ്യൂക്കേറ്റഡ്, അൺമാരീഡ്, അതിനൊക്കെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. പ്രിഫിക്സ് ആയിട്ട് അവിടെ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ
റീറൈറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും എഴുതുന്നതിനെയാണ് റീറൈറ്റ്. അപ്പോൾ റീ എന്ന് പറയുന്ന ആ ഒരു സാധനം അവിടെ വന്ന സമയത്ത് വീണ്ടും എന്നുള്ള ഒരു സാധനം അവിടെ വന്നു. അതിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. സഫിക്സ് എന്ന് പറയുന്നത് ചില വേർഡുകൾ നമ്മളൊരു വേർഡിൻ്റെ ചില ഈ ചെറിയ സംഭവങ്ങൾ, ചില 1-2 വേർഡ്സുകളായിരിക്കും. അത് നമ്മളൊരു വേർഡിൻ്റെ അവസാനത്തിൽ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ മീനിങ് ഡിഫറെൻ്റ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ചിയർഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിയറായിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ, സന്തോഷമായിട്ടിരിക്കുന്ന ആളെയാണ് ചിയർഫുൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെൽപ്ഫുൾ, എപ്പോഴും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ നമ്മൾ ഹെൽപ്ഫുൾ എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഫുള്ള് ചേർക്കുന്ന സമയത്ത് അതിൻ്റെ മീനിങ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വൊക്കാബുലറി കൂടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രാക്ടീസ് അണ്ടർസ്റ്റാൻഡിങ് വേർഡ്സ് ഇൻ കോണ്ടെക്സ്റ്റ്. അതായത് നമ്മൾ എന്ത് പഠിക്കുന്ന സമയത്തും അതിൻ്റെ കോണ്ടെക്സ്റ്റോട് കൂടി പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വൊക്കാബുലറീസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കീപ്പ് എ ബുക്ക് ടു നോട്ട് ന്യൂ വേർഡ്സ്. നമ്മൾ പുതിയ വേർഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് നമ്മൾ അതിനായിട്ട് നമ്മൾ കരുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വൊക്കാബുലറി കിട്ടും. അതുപോലെ തന്നെ സ്റ്റാർട്ട് യൂസിങ് ന്യൂ വേർഡ്സ്. നമ്മൾ സംസാരിക്കുന്ന സമയത്തും എഴുതുന്ന സമയത്തും നമ്മൾ പുതിയ വേർഡ്സുകൾ, നമ്മൾ പഠിച്ച പുതിയ വേർഡ്സുകൾ നമ്മൾ കൂടുതൽ എഴുതാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൊക്കാബുലറി കൂടുമെന്നാണ് പറയുന്നത്. ഹൗ ടു മേക്ക് സ്പീഡ് റീഡിങ്. നമ്മൾ സ്പീഡായിട്ട് എങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും? സ്പീഡ് റീഡിങ് സേവ് ടൈം ആൻഡ് ഫോക്കസ് ഓൺ കീ പോയിൻറ്റ്സ്. അതായത് നമ്മൾ സ്പീഡായിട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് കീ പോയിന്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ടെക്നിക്ക് എന്തൊക്കെയാണ്? സ്കാനിങ്, ക്വിക്ക് ഐഡൻറ്റിഫൈ സ്പെസിഫിക് ഇൻഫർമേഷൻ. നമ്മളൊരു ബുക്കിൽ നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ഏരിയാസ് അറിയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് റീഡിങ്ങിനെയാണ് നമ്മൾ സ്കാനിങ് എന്ന് പറയുന്നത്. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ ഗെയിനിങ് എ ജനറൽ ഐഡിയ ഓഫ് ദി കണ്ടൻറ്റ്. ജസ്റ്റ് അങ്ങ് നോക്കിയിട്ട് ഒരു വലിയൊരു കണ്ടൻറ്റ് വായിച്ച് അതിൻ്റെ മെയിൻ ജനറൽ ആയിട്ടുള്ള ഐഡിയ നമ്മൾ മനസ്സിലാക്കുന്നതിനാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. റെഗുലർ പ്രാക്ടീസ് ഇംപ്രൂവ്സ് റീഡിങ് സ്പീഡ് ആൻഡ് കോംപ്രഹെൻഷൻ. നമ്മൾ റെഗുലറായിട്ട് നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു റീഡിങ്ങിൻ്റെ സ്പീഡിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ്ങും നിങ്ങളെ പ്രൊനൗൺസിയേഷൻ സ്കില്ലൊക്കെ ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങളൊരു പാരഗ്രാഫ് റീഡ് ചെയ്യുക. എല്ലാ ദിവസവും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ പാരഗ്രാഫ് റീഡ് ചെയ്യുക. ഓരോ പുതിയ പാരഗ്രാഫിൽ നിങ്ങൾ അതിൽ പുതിയ വരുന്ന വൊക്കാബുലറീസ് നിങ്ങൾ ഒരു ബുക്കിൽ നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ബെറ്റർ ആക്കാൻ പറ്റും. ഇൻ റീഡിങ്, ഇംപ്രൂവിങ് ദ എമൗണ്ട് ഓഫ് വൊക്കാബുലറി. അതിൽ രണ്ടും നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഓക്കെ, വാട്ട് ഈസ് സ്കാനിങ് ആൻഡ് സ്കിമ്മിങ്? സ്കാനിങ്ങും സ്കിമ്മിങ്ങും എന്താണ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സ്കാനിങ് ക്വിക്ക്ലി ഫൈൻഡിങ് സ്പെസിഫിക് ഡീറ്റെയിൽസ് ഓർ ഫാക്ട്. നമ്മൾ പെട്ടെന്ന് ഒരു കണ്ടൻറ്റ് നോക്കിയിട്ട് അതിൻ്റെ മെയിൻ ഡീറ്റെയിൽസും ഫാക്റ്റുകളൊക്കെ കണ്ടെത്തുന്നതിനാണ് സ്കാനിങ് എന്ന് പറയുന്നത്. യൂസ്ഡ് ഇൻ ന്യൂസ് പേപ്പേഴ്സ് ടു ലൊക്കേറ്റ് ഹെഡ്ലൈൻ, ബോൾഡ് ടെക്സ്റ്റ് ഓർ കീ പോയിൻറ്റ്സ്. നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ എന്താ നോക്കുന്നത്? ഹെഡ്ലൈൻ ആദ്യം നോക്കും, ബോൾഡായിട്ട് എന്തെങ്കിലും ടെക്സ്റ്റ് ഉണ്ടോ, അതായത് കുറച്ച് കട്ടി കൂടി എന്തെങ്കിലും സംഭവങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കീ പോയിൻറ്റ് അടിയിലൊക്കെ ഈ പിക്ചേഴ്സിൻ്റെ അടിയിലൊക്കെ കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ഇതിനെയായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്ത് വായിക്കുന്നത്. അതിനെയാണ് നമ്മൾ സ്കാനിങ് എന്ന് പറയുന്നത്. ഹെൽപ്സ് റീകാൾ മെയിൻ പോയിൻറ്റ്സ് ഫോർ റിവിഷൻ. നമ്മൾ റിവിഷനൊക്കെ പെട്ടെന്ന് പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എക്സാമിന് അപ്പിയർ ചെയ്തതിന് മുന്നേ നമ്മൾ ഒരു ഓടിച്ചൊരു നോട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ സ്കാനിങ് എന്ന് പറയുന്നത്. മെയിൻ പോയിൻറ്റ്സ് മാത്രമായിട്ടുള്ള. സ്കിമ്മിങ് എന്താണ്? ക്വിക്ക്ലി അണ്ടർസ്റ്റാൻഡിങ് ദ ജനറൽ ഐഡിയ ഓഫ് എ ടെക്സ്റ്റ്. നമ്മളൊരു ടെക്സ്റ്റ് അങ്ങ് വായിച്ചിട്ട് അതിൻ്റെ ജനറൽ ഐഡിയ എന്താണോ, ഏത് ടെക്സ്റ്റ് ആണെങ്കിലും ഒരുപാട് വാരി വലിച്ച് എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാവും, ഒരു ക്രക്സ് ഉണ്ടാവും അതിന്. അത് ജനറൽ ആയിട്ടുള്ള ആ ഒരു ഐഡിയ മനസ്സിലാക്കുന്ന ടൈപ്പ് ഓഫ് റീഡിങ്ങാണ് നമ്മൾ സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹാംലെറ്റ് വായിച്ച് എൻ്റയർ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഒരു ഐഡിയ എന്താണ്? പ്രൊക്കാസ്റ്റിനേഷൻ നമ്മൾ ചെയ്യാൻ പാടില്ല ലൈഫിൽ. അതാണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഐഡിയ. ഇപ്പോൾ ഹാംലെറ്റ് ഈ ഒരു ക്ലോഡിയസിനെ കൊല്ലുന്നത് പ്രൊക്കാസ്റ്റിനേറ്റ്, അല്ലെങ്കിൽ അതിങ്ങനെ നീട്ടി വെച്ചതുകൊണ്ടാണ് ആ ഒരു ട്രാജഡി അവിടെ ഉണ്ടായത്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നതാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്. അതാണ് അതിൽ നിന്ന് ഒരു ജനറൽ ഐഡിയ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അത്തരം റീഡിങ്ങിനെയാണ് നമ്മൾ സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഫോക്കസ് ഓൺ ഇൻട്രൊഡക്ടറി, കൺക്ലൂഡിങ് പാരഗ്രാഫ്സ് ആൻഡ് മെയിൻ ഐഡിയാസ്. ഫോക്കസ് ഓൺ ഇൻട്രൊഡക്ടറി, അതായത് നമ്മൾ തുടക്കവും അവസാനത്തിലുള്ള ആ ഒരു ഭാഗങ്ങൾ, ഇൻട്രൊഡക്ടറി ആൻഡ് കൺക്ലൂഡിങ് പാരഗ്രാഫ്, അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് വായിക്കുന്നതിനെയാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. യൂസ്ഫുൾ ഫോർ ഗെയിനിങ് ആൻ ഓവർവ്യൂ വെൻ ഷോർട്ട് ഓൺ ടൈം. അതായത് ചെറിയൊരു സമയത്തിനുള്ളിൽ അവർ എൻ്റയർ ടെക്സ്റ്റിൻ്റെ ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഹെൽപ്ഫുൾ ആവും എന്നാണ് പറയുന്നത്. പേർപ്പസ് ആൻഡ് ബെനിഫിറ്റ്. ഇതിൻ്റെ ബെനിഫിറ്റും പേർപ്പസും എന്താണ്? സ്കാനിങ് ഫൈൻഡ് സ്പെസിഫിക് ഡീറ്റെയിൽസ്.
സ്കാനിങ് റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. സ്കിമ്മിങ് അണ്ടർസ്റ്റാൻഡ് ജനറൽ കണ്ടൻറ്റ്, അതായത് സ്കിമ്മിങ്ങിലൂടെ നമുക്കൊരു ജനറൽ കണ്ടൻറ്റാണ് നമുക്ക് കിട്ടുന്നത്. ബെനിഫിറ്റ് സേവ് ടൈം വൈൽ റീഡിങ്, റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഹെൽപ്സ് ഐഡൻറ്റിഫൈ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് കിട്ടും ഇങ്ങനെ ഇത്തരത്തിൽ റീഡ് ചെയ്യുന്ന സമയത്ത്. അസിസ്റ്റ് ഇൻ ക്വിക്ക് കോംപ്രഹെൻഷൻ, അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു സ്കില്ല് നമുക്ക് ഇത്തരം റീഡിങ്ങിലൂടെ കൂട്ടാൻ പറ്റുമെന്നാണ് പറയുന്നത്. വാട്ട് ആർ ടെക്നിക് ഫോർ ബെറ്റർ റീഡിങ്, ഒരു ബെറ്റർ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ആസ്ക് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ്, നമ്മൾ ക്രിട്ടിക്കലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. നമ്മളൊരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരാൾ പറയുന്ന സമയത്ത് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു ബെറ്റർ റീഡിങ്ങിലോട്ട് വരാൻ പറ്റും. ഐഡൻറ്റിഫൈ പർപ്പസ്, ഓഡിയൻസ് ആൻഡ് ടൈറ്റിൽ ഓഫ് ദ ടെക്സ്റ്റ്. നമ്മൾ ക്ലാസ്സിൽ മാത്രമല്ല, നമ്മളൊരു സാധനം വായിക്കുകയാണ്. ക്ലാസ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ക്ലാസ്സിൽ അവിടെ റീഡിംഗ് ആണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് വായിക്കണം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഹാംലെറ്റ് തന്നെ എടുക്കാം. ഹാംലെറ്റ് നമ്മൾ വായിച്ച സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കണം, എന്തിനാണ് ഹാംലെറ്റിന് ഈ ട്രാജഡി വന്നത്, അല്ലെങ്കിൽ ഹാംലെറ്റിന് ഇങ്ങനെ ഈ ഒരു ട്രാജഡി വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫ്രാങ്കൻസ്റ്റൈൻ വായിക്കുന്ന സമയത്ത് ആ മോൺസ്റ്റർ ശരിക്കും അതിൽ വില്ലനാണോ, ശരിക്കും ഫ്രാങ്കൻസ്റ്റൈൻ അല്ല വില്ലൻ. ഇത്തരം ക്രിട്ടിക്കലായിട്ടുള്ള സാധനങ്ങൾ നമ്മളതിൽ ചോദിക്കുന്ന സമയത്ത് ആ റീഡിങ്ങിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സാധനം അവിടെ വരാൻ ചാൻസ് ഉണ്ട്. സോ അത് റീഡിങ്ങിന് ബെറ്റർ ആകും. സോ ആസ്ക് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ പർപ്പസ്, ഓഡിയൻസ് ആൻഡ് ടൈറ്റിൽ ഓഫ് ദ ടെക്സ്റ്റ്. അത് അതിൻ്റെ ഒരു പർപ്പസ്, ആ ടെക്സ്റ്റിൻ്റെ പർപ്പസും അതിൻ്റെ ഓഡിയൻസിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ടൈറ്റിലിനെ കുറിച്ചൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാണ് പറയുന്നത്. ഐഡൻറ്റിഫൈ റെഫറൻസ് വേർഡ്സ്, ഫ്രേസസ്, ലൊക്കേറ്റിംഗ് ലിങ്കിങ് വേർഡ്സ് ലൈക്ക് ദീസ്, സച്ച്, എക്സെട്ര. അതായത് എല്ലാ ടൈപ്പ് വേർഡ്സും നമ്മൾ അതിൻ്റെ ഇടയിൽ വരുന്ന പ്രിപ്പോസിഷൻസും കൺജക്ഷൻസും കണക്റ്റിംഗ് വേർഡ്സും ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യണം. ദീസ്, സച്ച്, ഹെൻസ്, ഫോർത്ത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട്, ഇൻസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വേർഡ്സുകൾ നമ്മളിതിൽ കാണാറുണ്ട്. ദൗ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് വേർഡ്സുകൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. അതൊക്കെ നമ്മൾ റീഡിങ്ങിനെ ബെറ്റർ ആക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മെയിൻ വീസസ് സപ്പോർട്ടിങ് ഐഡിയാസ്, രണ്ട് തരം ഐഡിയാസ് ഉണ്ടാവും. അതിൽ മെയിൻ ഐഡിയ ഉണ്ടാവും, സപ്പോർട്ടിങ് ഐഡിയ ഉണ്ടാവും. അത് രണ്ടും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിൽ പ്രയോറിറ്റി ഏതിനാണോ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റണം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവണം ഇതിലേതാണ് ഇമ്പോർട്ടൻ്റ്, ഏതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത. അപ്പോൾ അതിന് മാത്രമാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. എഫിഷ്യൻറ്റ് റീഡിങ് ടിപ്സ്, നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് റീഡ് ചെയ്യാനുള്ള ടിപ്സുകൾ എന്തൊക്കെയാണ്? ഐഡൻറ്റിഫൈ ടെക്സ്റ്റ് സ്ട്രക്ചർ, അതായത് ഒരു ടെക്സ്റ്റിൻ്റെ സ്ട്രക്ചർ നമുക്ക് എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ബ്രേക്ക് കണ്ടൻറ്റ് ഇൻ ടു ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ. നമ്മളൊരു സാധനം വായിക്കുന്ന സമയത്ത് അതിനൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട്, അതിൻ്റെ മെയിൻ ബോഡി, കൺക്ലൂഷൻ, ഇങ്ങനെ 3 തരത്തിൽ വേണം നമ്മളൊരു ടെക്സ്റ്റിനെ വായിക്കാൻ. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് പാരഗ്രാഫ് ആൻഡ് ദെയർ ഫ്ലോ. ഓരോ പാരഗ്രാഫിലായിരിക്കും ഓരോ കണ്ടൻറ്റ് ഉണ്ടാവുക. ഒരു മെയിൻ തീം ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അങ്ങനെ നമ്മൾ വായിച്ച് പഠിക്കണം. ഒന്നായിട്ട് വായിക്കാതെ ഓരോ പാരഗ്രാഫിലും ഓരോ മെയിൻ കണ്ടൻറ്റ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ വായിച്ചിട്ട് വേണം റീഡ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോഴാണ് നമുക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് അത് പോകുന്നത്. വൊക്കാബുലറി ആൻഡ് സൈൻ പോസ്റ്റ്. അപ്പോൾ ഈ വൊക്കാബുലറീസും സൈൻ പോസ്റ്റൊക്കെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റീഡ് ചെയ്യാൻ. അതുപോലെ തന്നെ യൂസ് കോണ്ടെക്സ്റ്റ് ടു ഗെസ് മീനിങ്സ്. അതായത് നമുക്ക് ഇപ്പോൾ നമ്മളൊരു സാധനം വായിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എൻ്റയർ സെൻറ്റൻസ് മീനിങ് ഒന്നും കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ആരാണെങ്കിലും, ഒരു നല്ല റീഡർ ആണെങ്കിലും, എത്ര പഠിച്ച ആളുകളാണെങ്കിലും, ഒരു പക്ഷേ അയാൾക്ക് അതിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ ഫുൾ മീനിങ് ഒന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷേ നമുക്കതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അറിയാം. ഇപ്പോൾ നടക്കുന്ന സീൻ എന്ന് പറയുന്നത് ഹാംലെറ്റ് ക്ലോഡിയസിനെ കൊല്ലാൻ പോകുന്ന ഒരു സീനാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇത് തന്നെ ആയിരിക്കും എന്നുള്ളൊരു ഗസ്സിങ്ങിലോട്ട് വരും. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ മീനിങ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ വായിക്കുക. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു മീനിങ്ങിലേക്ക് എത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ഐഡൻറ്റിഫൈ സൈൻ പോസ്റ്റ് ലൈക്ക് എബോവ് ആൾ, ഫസ്റ്റ്ലി, ലാസ്റ്റ്ലി, ഫോർ ഓർഗനൈസേഷൻ. അപ്പോൾ ഇങ്ങനത്തെ സൈൻ പോസ്റ്റുകൾ, എബോവ് ആൾ എല്ലാത്തിനും ഉപരിയായിട്ട്, ഫസ്റ്റ്ലി ആദ്യമായിട്ട്, ലാസ്റ്റ്ലി അവസാനമായിട്ട്, ഇത്തരം സാധനങ്ങളെയാണ് നമ്മൾ സൈൻ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ റീഡ് ചെയ്യുക. ഡീകോഡിങ് ദ ഡിക്ഷണറി. ഡിക്ഷണറിയുടെ യൂസേജ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് വെൻ ഇറ്റ്സ് കം ടു റീഡിങ്. അപ്പോൾ റീഡിങ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിക്ഷണറിനെ നന്നായിട്ട് യൂസ് ചെയ്യണം. ഡിക്ഷണറി യൂസേജ്, വേർഡ് മീനിങ്സ്, സിലബിൾസ്, പ്രൊനൗൺസിയേഷൻ, പാർട്സ് ഓഫ് സ്പീച്ച്. നിങ്ങൾ ഡിക്ഷണറി യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓക്സ്ഫോർഡിൻ്റെ അഡ്വാൻസ്ഡ് ഡിക്ഷണറി ഉണ്ട്.
ഇതാണ് ആ ഒരു ഓക്സ്ഫോർഡിൻ്റെ അഡ്വാൻസ്ഡ് ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം അതിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്ട്രാ സാധനങ്ങൾ കിട്ടും. സിനോണിംസ് കിട്ടും, അതുപോലെ തന്നെ പ്രൊനൗൺസിയേഷൻ കിട്ടും, ഫോണറ്റിക്സ് കിട്ടും, പാർട്സ് ഓഫ് സ്പീച്ച് കിട്ടും, വെർബും പ്രോവർബ് എല്ലാ ടൈപ്പ് കാര്യങ്ങളും ഇതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത്തരം നല്ല ഡിക്ഷണറീസ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. എൻഹാൻസ് വൊക്കാബുലറി ആൻഡ് കോംപ്രഹെൻഷൻ. അപ്പോൾ ഇത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വൊക്കാബുലറി കൂട്ടാൻ പറ്റും നമ്മൾ നല്ല രീതിയിൽ ഡിക്ഷണറി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ടിപ്പുകൾ ഇതിൽ കിട്ടും. നോട്ട് അൺഫെമിലിയർ വേർഡ്സ് വൈൽ റീഡിങ് ആൻഡ് ലുക്ക് ദം അപ്പ് ലേറ്റർ. അതായത് നിങ്ങളൊരു സാധനം വായിക്കുന്ന സമയത്ത് അറിയാത്ത വേർഡ്സുകളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക, എന്നിട്ട് നിങ്ങൾ പിന്നീട് അത് ഡിക്ഷണറിയിൽ നോക്കിയിട്ട് പഠിക്കുക. അപ്പം അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നിങ്ങളുടെ വൊക്കാബുലറിയും റീഡിങ് സ്കിൽസൊക്കെ ബെറ്റർ ആവും. കോണ്ടെക്സ്റ്റ് ക്ലൂസ് ക്യാൻ ഓഫൺ റിവീൽ മീനിങ് ബിഫോർ ഡിക്ഷണറി ഇൻഫർമേഷൻ. അപ്പോൾ ഇതൊക്കെ ഡിക്ഷണറിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് യൂണിറ്റ് 4 എന്താണ് വരുന്നത് നോക്കാം. യൂണിറ്റ് 4 നമുക്ക് പ്രിൻ്റ് ആൻഡ് ഓൺലൈൻ റീഡിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. അതായത് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ സാധാരണ പുസ്തകങ്ങളൊക്കെയാണ് പ്രിൻ്റ് മീഡിയ എന്ന് പറയുന്നത്. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ PDF കാര്യങ്ങളൊക്കെ ആയിട്ട് വായിക്കുന്ന ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്തിട്ട് വിക്കിപീഡിയ ഒക്കെ രീതിയിൽ ആ ടൈപ്പിലൊക്കെ വായിക്കുന്നതിനെയാണ് നമ്മൾ ഓൺലൈൻ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് റീഡിങ്ങിനെ കുറിച്ചാണ് യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് പ്രിൻ്റ് റീഡിംഗ്? ഡെഫിനേഷൻ ഓഫ് പ്രിൻ്റ് റീഡിംഗ്. അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ദ പ്രാക്ടീസ് ഓഫ് റീഡിംഗ് പ്രിൻറ്റഡ് മെറ്റീരിയൽസ് ലൈക്ക് ബുക്സ്, ജേണൽസ് ആൻഡ് മാഗസിൻസ്. അതായത് നമ്മൾ സാധാരണ വായിക്കുന്ന ബുക്സോ ജേണൽസോ അല്ലെങ്കിൽ മാഗസിൻസ് ഒക്കെ വായിക്കുന്നതിനെയാണ് നമ്മൾ പ്രിൻ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, വിസിറ്റിംഗ് എ ലൈബ്രറി ടു റീഡ് ഓർ ബോറോ ബുക്സ്. നമ്മൾ ലൈബ്രറിയിലൊക്കെ പോയിട്ട് ഈസി ആയിട്ട് ബുക്ക് വായിക്കുന്നതിനെയാണ് നമ്മൾ പ്രിൻ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഓൺലൈൻ റീഡിംഗ്? ഓൺലൈൻ റീഡിംഗ് ആണ് ഇപ്പോൾ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള റീഡിംഗ് ഇൻ ടുഡേയ്സ് ലൈഫ്. അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ റീഡിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ് ഓഫൺ റെഫേർഡ് ടു ആസ് ഡിജിറ്റൽ റീഡിംഗ്. അതായത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, റീഡ് ചെയ്യാൻ കിട്ടുന്ന മെറ്റീരിയൽസ്, PDF ആവട്ടെ, വേർഡ് ഫോമാറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണ്ടൻറ്റ്സ് ആവട്ടെ, ബ്ലോഗുകളാവട്ടെ, ഇതെല്ലാം ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ആണ്, റീഡിംഗ് കണ്ടൻസ് ആണ്. അതിനെയാണ് നമ്മൾ ഓൺലൈൻ റീഡിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, റീഡിംഗ് PDFs, ഇ-ബുക്സ്, ബ്ലോഗ്സ് ഓർ ഡിവൈസസ് ലൈക്ക് ലാപ്ടോപ്പ് ഓർ ടാബ്ലറ്റ്സ്. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്രിൻ്റ് റീഡിംഗ്? പ്രിൻ്റ് റീഡിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? സിക്വൻ്റൽ റീഡിംഗ്, അതായത് സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് ആൻഡ് കണ്ടിന്യൂ ടു ദ എൻഡ്. അതായത് സിക്വൻ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഗിനിങ് സ്റ്റാർട്ട്, അതായത് അതിൻ്റെ തുടക്കത്തിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് പേജിൽ നിന്ന് തുടങ്ങി ലാസ്റ്റ് വരെ റീഡ് ചെയ്യുന്ന ആ ഒരു റീഡിങ് പാറ്റേൺ ആണ് ശരിക്കും സിക്വൻ്റൽ റീഡിംഗ് എന്ന് പറയുന്നത്. അത് പ്രിൻ്റ് മീഡിയ റീഡിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ എക്സ്പീരിയൻസ്, നമുക്കൊരു പുസ്തകം തൊട്ട് അതിൻ്റെ പേജുകളൊക്കെ കൈകൊണ്ട് മറിച്ച് അത് സ്മെല്ല് ചെയ്തിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് റീഡിങ്ങിനെയാണ് ഫിസിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രിൻ്റ് മീഡിയത്തിലാണ്, പ്രിൻ്റ് റീഡിങ്ങിലാണ് കിട്ടുന്നത്. ലിമിറ്റേഷൻസ് എന്താണ്? സെർച്ചിങ് ഫോർ സ്പെസിഫിക് കണ്ടൻറ് ഇൻ ബുക്സ് ഈസ് ടൈം കൺസ്യൂമിങ്. അതായത് നമുക്കൊരു പുസ്തകം എടുത്തിട്ട് അതിൽ നിന്നൊരു സ്പെഷ്യൽ കണ്ടൻറ്റ് എടുക്കാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അതായത് അതിങ്ങനെ നോക്കി എടുക്കണം, അതിനകത്ത് എവിടെയാണ് കണ്ടൻറ്റ് വരുന്നത്. അതിനൊക്കെ നമുക്ക് ഒരുപാട് ടൈം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്, നമുക്കത് കൃത്യമായിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാമ്പിൾ, സെർച്ചിങ് ഫോർ എ ബുക്ക് ഇൻ എ ലൈബ്രറി ബൈ ഇറ്റ്സ് കാറ്റലോഗ് നമ്പർ. അതായത് നമുക്കൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്, ആ നമ്പർ വെച്ചിട്ട് നമ്മൾ ലൈബ്രറിയിൽ പോയിട്ട് ആ ഒരു പുസ്തകം തേടി പിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അതൊക്കെയാണ് ഈ ഒരു പ്രിൻ്റ് റീഡിങ്ങിൻ്റെ പ്രോബ്ലംസ് ആയിട്ട് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ റീഡിങ്? ഓൺലൈൻ റീഡിങ്ങിൻ്റെ പ്രത്യേകതകളും അഡ്വാൻറ്റേജും എന്താണെന്ന് നോക്കാം. സെർച്ച് ആൻഡ് സ്കിം, അതായത് യൂസ് സെർച്ച് ബാർ ടു ഫൈൻഡ് സ്പെസിഫിക് കണ്ടൻറ്റ് ക്വിക്ക്ലി. നമുക്ക് പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓൺലൈൻ റീഡിങ് ഹെൽപ്ഫുൾ ആവും, അല്ലെങ്കിൽ ഓൺലൈൻ റീഡിങ് സഹായിക്കും എന്നാണ് പറയുന്നത്. സെർച്ചിങ് കീവേഡ്സ് ഇൻ PDF-യിലൊക്കെ നമുക്ക് കീവേഡ് അടിച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു ഏരിയ പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വിക്കിപീഡിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആക്സസിബിലിറ്റി, മെറ്റീരിയൽസ് ക്യാൻ ബി ആക്സസ്ഡ് എനി ടൈം ആൻഡ് എനിവേർ വിത്ത് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി. അതായത് നമുക്ക് ഇൻ്റർനെറ്റും നമ്മുടെ കയ്യിൽ ഒരു ഡിവൈസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വെച്ചിട്ട്
വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് ഈസി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഷെയറിങ്, അതായത് ഡിജിറ്റൽ കണ്ടൻറ്റ് ക്യാൻ ബി ഈസിലി ഷെയർഡ് വിയ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. അത് നമുക്ക് ഈസി ആയിട്ട് ഈ കണ്ടൻറ്റുകൾ ഷെയർ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഷെയറിങ് ഇ ബുക്ക്, അറിയാലോ. കമ്പയറിങ് പ്രിൻറ്റിങ് ആൻഡ് ഓൺലൈൻ റീഡിങ്, ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം. എന്താണ് ഇവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന്. ഈസ് ഓഫ് യൂസ്, ഓൺലൈൻ റീഡിങ് സേവ്സ് ടൈം വിത്ത് സെർച്ച് ഫീച്ചേഴ്സ് വൈൽ പ്രിൻറ്റ് റീഡിങ് ഓഫേഴ്സ് എ ടാക്റ്റൈൽ എക്സ്പീരിയൻസ്. അതായത് ഓൺലൈൻ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം കൺസ്യൂമിങ്, അതായത് ടൈം കുറവായിരിക്കും, ടൈം സേവ് ചെയ്യാൻ പറ്റും. വൈൽ പ്രിൻറ്റ് റീഡിംഗ് ഓഫേഴ്സ് എ ടാക്റ്റൈൽ എക്സ്പീരിയൻസ്. മറ്റേത് കുറച്ചും കൂടി ഫിസിക്കലായിട്ട് നമുക്കത് തൊടാനും അത് നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ച് വായിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നമുക്കതിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. പോർട്ടബിലിറ്റി, നമുക്ക് പോർട്ടബിലിറ്റിയുടെ കാര്യം, അതായത് അത് കൊണ്ട് നടക്കുന്ന ഒരു കാര്യം വരുന്ന സമയത്ത് എ സിംഗിൾ ഡിവൈസ് ക്യാൻ റീപ്ലേസ് മൾട്ടിപ്പിൾ ബുക്സ്. ഓൺലൈൻ റീഡിങ്ങിൻ്റെ പ്രത്യേകതയാണ്. ഒരു ഫോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലൊരു ഫോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും പുസ്തകങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വായിക്കാൻ പറ്റും. റെഡ്യൂസിങ് ഫിസിക്കൽ ബർഡൻ, അത് നമുക്കിങ്ങനെ തൂക്കി പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഇത്രയധികം പുസ്തകങ്ങൾ നമുക്ക് എന്നിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷേ നമുക്കൊരു ഫോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു കിൻഡിൽ പോലെയുള്ള ആപ്പോ അല്ലെങ്കിൽ കുക്കു FM ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ബുക്സ് വേണമെങ്കിലും നമുക്കതിൽ നിന്ന് വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ PDFs കൊണ്ട് നടക്കാൻ പറ്റും. നമുക്കതിലൊരു മെമ്മറി കപ്പാസിറ്റി മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ അത് ഓൺലൈൻ റീഡിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഗ്ലോബൽ ആക്സസ്, ഓൺലൈൻ റീഡിംഗ് പ്രൊവൈഡ്സ് ആക്സസ് ടു വേൾഡ് വൈഡ് റിസോഴ്സസ് വൈൽ പ്രിൻറ്റിംഗ് റീഡിംഗ് ഈസ് ലിമിറ്റഡ് ടു ഫിസിക്കൽ കളക്ഷൻസ്. അതായത് ഓൺലൈൻ റീഡിങ്ങിൽ നമുക്ക് ലോകത്തിലുള്ള ഏത് പുസ്തകങ്ങളും ഏത് ഭാഷയിലുള്ള പുസ്തകങ്ങളും നമുക്ക് വേണമെങ്കിൽ കിട്ടും. പക്ഷേ പ്രിൻ്റ് റീഡിങ്സിൽ നമുക്ക് ഒരു നല്ല ലൈബ്രറി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാത്രമേ പുസ്തകങ്ങൾ കിട്ടുള്ളൂ. ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റും, ചില സിനിമയിലൊക്കെ നമ്മൾ കാണുന്നതാണ്, ഒരാളൊരു പുസ്തകം ഒരു ലൈബ്രറിയിൽ എത്തിയിട്ട് അത് ആരാണോ കൊണ്ടുപോയത് അയാൾ തിരിച്ചു കൊണ്ടുവരുന്നവരെ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് വായിക്കുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു കാര്യം പറയുന്ന സമയത്ത് നമുക്ക് ചിരി വരും. അപ്പോൾ ഇന്നത്തെ ഒരു മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, അതിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ബിഗ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നാവിഗേറ്റിംഗ് ത്രൂ ഇൻ്റർനെറ്റിൽ എങ്ങനെയാണ് നമ്മൾ സർഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെർച്ച് ചെയ്തതെന്ന് നോക്കാം. സെർച്ചിങ് എൻജിൻസ് ആൻഡ് ബ്രൗസേഴ്സ്, ടൂൾസ് ലൈക്ക് ഗൂഗിൾ, ബിങ്, സഫാരി ഹെൽപ്പ് ഫൈൻഡ് റിസോഴ്സസ്. അതായത് ഗൂഗിൾ പോലെയുള്ള ഒരു സെർച്ച് എഞ്ചിനാണ് ബിങ് അല്ലെങ്കിൽ സഫാരി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലൂടെ സെർച്ച് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. സോഴ്സസ്, സ്റ്റോറീസ്, ആർട്ടിക്കിൾസ്, നോവൽ, എസ്സേസ്, സയൻറ്റിഫിക് ജേർണൽസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ആർ അവൈലബിൾ ഓൺലൈൻ. ഓൺലൈനിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ഡിവൈസസ് ലൈക്ക് ആമസോൺ കിൻഡിൽ, ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ വെബ്സൈറ്റ് ലൈക്ക് പ്രൊജക്റ്റ് ഗുട്ടൻബർഗ് ഓർ കിൻഡിൽ സ്റ്റോർ. ഈ പ്രൊജക്റ്റ് ഗുട്ടൻബർഗ് അതുപോലെ തന്നെ കിൻഡിൽ സ്റ്റോർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പുസ്തകങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കയറിയിട്ട് നോക്കുക ഇൻ്റർനെറ്റിൽ. ഇൻട്രൊഡക്ഷൻ ടു ലിങ്ക്സ് ആൻഡ് ഹൈപ്പർ ടെക്സ്റ്റ്. എന്താണ് ലിങ്ക്, എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഈസ് ഹൈപ്പർ ടെക്സ്റ്റ്, വാട്ട് ഈസ് ലിങ്ക്സ്, ഓർ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈപ്പർ ടെക്സ്റ്റ് ആൻഡ് ലിങ്ക്, ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ലിങ്ക്സ് അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്ക്. എന്താണ് ലിങ്ക് അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്? റെഫറൻസസ് ദാറ്റ് ലീഡ് ടു ഡിജിറ്റൽ ഡാറ്റ വെൻ ക്ലിക്ക്ഡ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലിക്കിംഗ് എ ലിങ്ക് ലൈക്ക് HTTP and Wikipedia or wiki main page റീഡയറക്റ്റ് ടു വിക്കിപീഡിയ. അതായത് ചില ലിങ്കുകൾ നമുക്ക് നമ്മുടെ ഫോണിലൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി നമ്മുടെ BA സ്റ്റുഡൻസിന് വേണ്ടി, നമ്മുടെ ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മുടെ മെറ്റീരിയലിൻ്റെ ഒരു ലിങ്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷിൻ്റെ എൻ്റയർ സിലബസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നു. അപ്പോൾ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. നമ്മൾ വേറെ PDF ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ലിങ്ക് എന്ന് പറയുന്നത്. റെഫറൻസസ് ദാറ്റ് ലീഡ് ടു ഡിജിറ്റൽ ഡാറ്റ വെൻ ക്ലിക്ക്ഡ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇതാണ് ലിങ്ക് എന്ന് പറയുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് എന്താണ്? ടെക്സ്റ്റ് കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ ഹൈപ്പർ ലിങ്ക്സ് ദാറ്റ് കണക്ട് ടു അതർ പേജസ് ഓർ ടെക്സ്റ്റ്. വേർഡ്സ് ഇൻ ബ്ലൂ ഓൺ വിക്കിപീഡിയ പേജസ് ആർ ഹൈപ്പർ ടെക്സ്റ്റ്. ഹൈപ്പർ ടെക്സ്റ്റ് എന്താണ്? ഇപ്പോൾ നമ്മളൊരു കണ്ടന്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സിലൊന്നും ഹൈപ്പർ ടെക്സ്റ്റ് കാണാൻ പറ്റില്ല. ഇപ്പോൾ ചില വിക്കിപീഡിയ പേജിലൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ എലിസബത്തൻ തിയേറ്ററിനെ കുറിച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ബെൻ ജോൺസൺ എന്ന് നമുക്കൊരു നീല വരയിൽ കാണാൻ പറ്റും. അപ്പോൾ ബെൻ ജോൺസണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെൻ ജോൺസൻ്റെ റെഫറൻസസും അതിൻ്റെ ഡീറ്റെയിൽസും വരും. പിന്നെ നമ്മൾ വീണ്ടും ബാക്കിലോട്ട് തന്നെ പോയിട്ട് നമ്മൾ കുറച്ചും കൂടി വായിക്കുന്ന സമയത്ത് എലിസബത്തൻ തിയേറ്റർ എന്ന് മാത്രം കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്ലോബിനെ കുറിച്ചും റോസിനെ കുറിച്ചും അങ്ങനെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള തിയേറ്റേഴ്സിനെ കുറിച്ചും അവിടുത്തെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അത്തരം ടെക്സ്റ്റുകളെയാണ് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ലിങ്കിൽ നിന്നും ഒരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ റെഫറൻസ് ലിങ്കുകൾ കിട്ടുകയും അതിൽ പോയിട്ട് നമുക്ക് വീണ്ടും ഡീപ്പായിട്ട് പഠിക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഓഫ് ടെക്സ്റ്റുകളാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിങ്ക്സ് ആൻഡ് ഹൈപ്പർ ടെക്സ്റ്റ് ഇതിൻ്റെ എക്സാമ്പിളാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ബെനിഫിറ്റ് ഓഫ് ലിങ്ക്സ് ആൻഡ് ഹൈപ്പർ ടെക്സ്റ്റ്, ഇതിൻ്റെ രണ്ടിനും ബെനിഫിറ്റ് എന്താണ്? എഫിഷ്യൻറ്റ് നാവിഗേഷൻ, ക്വിക്ക്ലി ആക്സസ് റിലേറ്റഡ് ടു റിസോഴ്സസ് ത്രൂ ഹൈപ്പർ ലിങ്ക്. അതായത് ലിങ്ക് കാരണം നമുക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടും. അതായത് നമുക്ക് ജസ്റ്റ് ഒരു ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു കണ്ടൻറ്റ് ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ലിങ്കിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് പ്രിൻ്റ് മീഡിയത്തിൽ നമ്മളുടെ ഒരു വലിയ ലിമിറ്റേഷനാണത്. ഇപ്പോൾ നമ്മളൊരു പുസ്തകം വായിക്കണം, ഇപ്പോൾ നമ്മൾ ഹാംലെറ്റ് ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഫ്രാങ്കൻസ്റ്റൈൻ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് അതിൽ ഫോർ എക്സാമ്പിൾ അതിൽ പാരഡൈസ് ലോസ്റ്റിനെ കുറിച്ചൊരു റെഫറൻസ് വരുന്നുണ്ട്. പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന മിൽട്ടൻ്റെ പോയട്രീനെ കുറിച്ച് റെഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റാണ് വായിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് ആ ഒരു മോൺസ്റ്റർ ഇങ്ങനെ ഒരു ഫോറസ്റ്റിൽ നിന്ന് ഒരു 3-4 പുസ്തകങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നു. ആ പുസ്തകങ്ങളിൽ ഒരെണ്ണം പാരഡൈസ് ലോസ്റ്റ് ആയിരുന്നു. മിൽട്ടൺ എന്ന് പറയുന്ന പോയറ്റ് എഴുതിയ പാരഡൈസ് ലോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് എന്താണ് സംഭവിച്ചത്? അതിൽ ഇങ്ങനെ നമ്മൾ പാരഡൈസ് ലോസ്റ്റ് നമ്മൾ ജസ്റ്റ് വായിച്ചു പോവുകയാണ്. അതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു പ്രിൻ്റ് പുസ്തകമാണ് വായിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ വേറെ പുസ്തകത്തിൽ നോക്കേണ്ടി വരും, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് നമ്മളത് നോക്കുക. പക്ഷേ നമ്മളൊരു ഹൈപ്പർ ടെക്സ്റ്റാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ വിക്കിപീഡിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെക്സ്റ്റാണ് വായിക്കുന്നത്, നമ്മളിങ്ങനെ വായിക്കുന്ന ഇടയിൽ പാരഡൈസ് ലോസ്റ്റ് എന്ന് കാണിക്കുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പാരഡൈസ് ലോസ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രാങ്കൻസ്റ്റൈൻ വീണ്ടും വായിക്കാം. കുറച്ചുകൂടി കഴിഞ്ഞ സമയത്ത് അതിലൊരു വേറെ 2-3 വർക്കുകളും ഉണ്ടായിരുന്നല്ലോ. ഒരു ജർമ്മൻ വർക്ക് ഉണ്ടായിരുന്നു, യങ് വെർദർ എന്ന് പറഞ്ഞിട്ടുള്ള ദ സ്റ്റോറി ഓഫ് യങ് വെർദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവൽ കൂടി ഉണ്ടായിരുന്ന ഒരു ജർമ്മൻ വർക്കാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചിലപ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് ആണെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റും. അപ്പോൾ പ്രിൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. പക്ഷെ മറ്റതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമുക്ക് നാവിഗേഷൻസ് കുറച്ചും കൂടി എളുപ്പമാകും. ടൈം സേവിങ് ആണ്. അതുപോലെ തന്നെ എൻഹാൻസ്ഡ് ലേണിംഗ്, ഒരു കാര്യത്തിനെ കുറിച്ച് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനൊക്കെ അത് സഹായിക്കും. ഓൺലൈൻ റിസോഴ്സസ് ഫോർ റീഡിങ്. ഏതൊക്കെ ഓൺലൈൻ റിസോഴ്സസ് ആണ് റീഡിങ്ങിനായിട്ടുള്ളത് എന്ന് പറയാം. അബണ്ടൻസ് ഓഫ് റിസോഴ്സസ്. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓൺലൈൻ റിസോഴ്സസ് ഫോർ റീഡിങ് എന്ന് പറയുന്ന കാര്യത്തിൽ ന്യൂമറസ് വെബ്സൈറ്റ്, ഒരുപാട് നമ്പർ ഓഫ് വെബ്സൈറ്റ്സ് ആർ ദർ ടു റീഡ്. അപ്പോൾ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് ഫോർ അക്കാഡമിക് ആയിട്ടുള്ള കണ്ടൻറ്റ് കിട്ടാൻ. ഈസ് ഓഫ് ആക്സസ്, അതായത് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് എടുക്കാൻ പറ്റും. നമുക്ക് എന്താണോ വേണ്ടത് നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്കത് കിട്ടുന്ന രീതിയിലാണ് ഓൺലൈൻ റിസോഴ്സസ് ഓഫ് റീഡിങ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പോപ്പുലർ ഓൺലൈൻ റീഡിങ് റിസോഴ്സസ് അതേതൊക്കെയാണ്? പോയട്രി ഫൗണ്ടേഷൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ജസ്റ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതൊക്കെ അതിൻ്റെ പോപ്പുലർ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. അതുപോലെ തന്നെ പോപ്പുലർ ഓൺലൈൻ റീഡിങ് റിസോഴ്സസിൽ ക്ലാസിക് ലിറ്ററേച്ചർ വരുന്നുണ്ട്, bartleby.com വരുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഇതൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള ഓൺലൈൻ റിസോഴ്സസ് ഫോർ റീഡിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. പോപ്പുലർ ഓൺലൈൻ റീഡിങ് റിസോഴ്സസ് അത് വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. അതിൽ പ്രൊജക്ട് ഗുട്ടൻബർഗ്, poets.org അതൊക്കെ അതിൻ്റെ ഓരോരോ എക്സാമ്പിൾസാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ റീക്യാപ്പും കൂടി കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളത്. പ്രധാനപ്പെട്ട ഇതിൽ ഡിഫറൻസ് ആയിട്ട് ഇതിൽ നമുക്ക് കൂടുതൽ നോക്കാനുള്ളത് എന്താണ്, ഈ പ്രിൻറ്റും ഓൺലൈനും തമ്മിലുള്ള ഡിഫറൻസസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും എന്തൊക്കെയാണെന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ
ഹൈപ്പർ ടെക്സ്റ്റ് എന്താണ്, ലിങ്ക് എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഹൈപ്പർ ടെക്സ്റ്റും നോർമൽ പ്രിൻ്റ് ടെക്സ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഒരു എക്സാമ്പിൾസ് ഉണ്ടല്ലോ, ഓൺലൈൻ റീഡിംഗ് റിസോഴ്സസിൻ്റെ എക്സാമ്പിൾസ്, പോയട്രി ഫൗണ്ടേഷൻ, ജസ്റ്റർ, അതുപോലെ തന്നെ ക്ലാസിക് ലിറ്ററേച്ചർ, ബാർട്ടൽ ബൈ, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മെറ്റീരിയലിൻ്റെ ലാസ്റ്റ് ഭാഗത്തിൽ വരുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെക്കുക. ആ ഷോർട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. അപ്പോൾ ആ ഒരു പോയിൻ്റ് വൈസ് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. So okay, so that's all about block 2. Thank you.